2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് കേരളത്തിലെ പ്രബലമായിട്ടുള്ള രണ്ട് മുന്നണികൾ LDFും UDFും ഇപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ ഗഹനമായിട്ട് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതൊരു മുന്നണി BJP നയിക്കുന്ന NDA മുന്നണി വളർന്നു വരുന്നത് LDFിനും UDFിനും ഒരുപോലെ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും BJP അവരുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞുവെന്ന്. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറയുമ്പോൾ അത് ഒന്നും കാണാതെയല്ല പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത്തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ BJP മുന്നേറ്റം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വ്യക്തമായ കണക്കുണ്ടായിരുന്നു. കേരളത്തിലെ 6 ലോക്സഭാ മണ്ഡലങ്ങളെ A ക്ലാസ് ആയിട്ട് മാറ്റിയവർ, മണ്ഡലങ്ങളെ ക്ലാസ് തിരിച്ചു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റേതായ രീതിയിൽ മാറ്റി. A ക്ലാസ് മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള പ്രവർത്തനം, B ക്ലാസ്സിൽ അതിൻ്റേതായ രീതിയിൽ എന്ന് വിചാരിച്ച് B ക്ലാസും C ക്ലാസും തഴഞ്ഞിടുകയല്ല. രാജീവ് ചന്ദ്രശേഖർ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇനിയുള്ള തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ തദ്ദേശം വരുന്നുണ്ട്, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുകയല്ല, സീറ്റ് മണ്ഡലം അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ വോട്ടുവിഹിത വർധനവ് എന്നുള്ളത് അതൊരു പഴങ്കഥ മാത്രമാണ്. അതിൻ്റെ സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ നന്നായി പോവുക എന്നുള്ളതാണ്, മുന്നോട്ട് കുതിക്കുക എന്നുള്ളതാണ് പാർട്ടി കാണുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ BJP നേടാൻ പോകുന്ന സീറ്റുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മത്സരമാണ് നടന്നത്. ഈ 2009 മുതൽ ഓരോ തവണയും പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള തിരുവനന്തപുരത്തെ മത്സരം തീവ്രമായി വരികയാണ് ചെയ്തത്. 2009 ശശി തരൂർ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഇവിടെ കുമ്മനം രാജശേഖരൻ ഇറങ്ങുന്നു, O രാജഗോപാൽ, മാറി O രാജഗോപാൽ വിജയത്തോട് വരെ അടുത്തു. BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് BJP കൊടികൾ ഉയർത്തി ആഹ്ലാദ പ്രകടനം തുടങ്ങി. തീരദേശത്തെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് ഇതങ്ങ് തകിടം പറയുന്നത്. കോവളം, പാറശാല, നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് തിരിച്ചടി ഉണ്ടായി. അത് ആദ്യകാലങ്ങളിൽ അവർക്ക് കൃത്യത അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പിൽക്കാലങ്ങളിൽ ഈ കഴിഞ്ഞ തവണയും രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതൽ തന്നെ വൻ ലീഡിലാണ് നിന്നത്. പക്ഷേ പാറശാലയും കോവളവും നെയ്യാറ്റിൻകരയും എണ്ണാൻ കഴിഞ്ഞതോടുകൂടി ഇതിനകത്ത് മാറി മറിഞ്ഞു വരാൻ തുടങ്ങി. രാജീവ് ചന്ദ്രശേഖർ വിജയത്തോടടുത്തു എന്ന് നമ്മൾ കരുതിയതാണ്. പക്ഷെ ഒടുവിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂര് 4ാം തവണയും 2009-ലും 2014-ലും 2019-ലും ഏറ്റവും അവസാനം 2024-ലും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ശശി തരൂർ പറയുകയുണ്ടായി, ഇതെൻ്റെ അവസാനത്തെ മത്സരമാണ് എന്ന്. ശരിയാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നീക്കുപോക്കുകൾ കാണുമ്പോൾ നമുക്കറിയാം ഇനി മത്സരിക്കാൻ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഇല്ല. ഇത് തിരുവനന്തപുരത്തിൻ്റെ MP ആകുന്നത് അവസാനത്തെ തവണയാണ്. ഈ 3 മണ്ഡലങ്ങളിൽ BJPക്ക് ഇടിവ് സംഭവിച്ചു. പക്ഷേ ഓരോ സമയം കഴിയുന്തോറും ആ ഇടിവ് കുറഞ്ഞാണ് വന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനമായിട്ടുള്ള 4 മണ്ഡലങ്ങൾ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങൾ എന്ന് തന്നെ പറയാം. അവിടെയാണ് BJP കൂടുതൽ ഉന്നം വയ്ക്കുന്നത്. നേരത്തേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നേമം 2016 BJPക്ക് കൈനീട്ടം കൊടുത്ത മണ്ഡലമാണ്. 2021 BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് കയ്യിലിരുന്നത് കൊണ്ടുപോയി തുലയ്ക്കുകയും ചെയ്തു. വളരെ ശക്തമായി നേരിട്ടിരുന്നുവെങ്കിൽ 2021 ആ മണ്ഡലവും നിലനിർത്താമായിരുന്നു, മറ്റ് മണ്ഡലവും കൂടി പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു.
സമീപ സമയത്ത് കഴിഞ്ഞ പാലക്കാട് നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും വളരെ ശക്തമായിട്ട് മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഒരു മണ്ഡലമായിരുന്നു. പ്രവർത്തനത്തിലെ പിഴവ് കൊണ്ട് ഇത് കൈവിട്ടു പോയി എന്നുള്ളതാണ്. 2021 ഷാഫി പറമ്പിലും ഇ ശ്രീധരനുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് ഏതാണ്ട് ശ്രീധരൻ വിജയത്തോടടുത്ത മണ്ഡലമായിരുന്നു അത്. അപ്പോൾ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലത്തിലേക്ക് മാറിയതാണ് പാലക്കാട്. അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൽ നിയമം ഉറപ്പായും പിടിച്ചെടുക്കും. നേമത്ത് പിന്നെ 2021 BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി വടകരയിൽ നിന്ന് മുരളീധരനും ഇറങ്ങി. ശിവൻകുട്ടി 4000-നകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം. 2011 നേമം മണ്ഡലം രൂപീകൃതമാകുന്നത്. അന്ന് CPMന്റെ വിജയത്തിലെ 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായത്. ഇപ്പോൾ നമുക്കറിയാം, നേമം മണ്ഡലത്തിൽ ധാരാളം RSS ശാഖകളുണ്ട്. നേമം മണ്ഡലത്തിലെ വാർഡുകളൊക്കെ തന്നെ BJPക്ക് അനുകൂലമാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ നേമം മണ്ഡലത്തിലേക്ക് ഇറക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. ആ മണ്ഡലം കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് പ്രവർത്തനവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴക്കൂട്ടം മണ്ഡലം പൊതുവെ BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതാണ്. 2016 2021 രണ്ടാം സ്ഥാനത്ത് വന്നതാണ്. 2016 വി മുരളീധരനും 2021 ശോഭാ സുരേന്ദ്രനുമാണ് അവിടെ മത്സരം കാഴ്ചവെച്ചത്. അപ്പോൾ BJPക്ക് കയ്യെത്തുന്ന ദൂരത്ത് തന്നെയാണ് കഴക്കൂട്ടം മണ്ഡലം നിൽക്കുന്നത്. ഇക്കുറി വി മുരളീധരനെ അവിടെ രംഗത്തിറക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേമവും കഴക്കൂട്ടവും, അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇപ്പോൾ CPMന്റെ VK പ്രശാന്താണ്. പ്രശാന്തിനെ കഴക്കൂട്ടത്തേക്ക് മാറ്റി നിർത്താനാണ് CPM ആലോചനയിലുള്ളത്. കടകംപള്ളി സുരേന്ദ്രൻ 2 തവണ കഴിഞ്ഞതുകൊണ്ടും കടകംപള്ളിയെക്കുറിച്ച് മണ്ഡലത്തിൽ പരാതി ഉയരുന്നതുകൊണ്ടും മാറ്റി നിർത്താനുള്ള സാധ്യത ഉണ്ട്. VK പ്രശാന്ത് പിന്നെ ഉപതെരഞ്ഞെടുപ്പിലൂടെ വട്ടിയൂർക്കാവിൽ വിജയിച്ചു. മുരളീധരൻ വടകരയിലേക്ക് പോയപ്പോൾ പിന്നീട് 2021 അത് തുടർ വിജയം ഉണ്ടാവുകയും ചെയ്തു. VK പ്രശാന്തിന് മത്സരരംഗത്ത് അവിടെ നിന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പതർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം BJP അവിടെ വലിയ മുന്നേറ്റം കുറിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനെ വട്ടിയൂർക്കാവിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം. മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സജീവമായ പ്രവർത്തനങ്ങളിലാണിപ്പോൾ കൃഷ്ണകുമാർ. തീർച്ചയായിട്ടും വട്ടിയൂർക്കാവും BJPക്ക് അനുകൂലമായി മാറുന്നതാണ്. ഇനിയിപ്പോൾ നഗര കേന്ദ്രീകൃതമായി നിൽക്കുന്ന മറ്റൊരു പ്രധാന മണ്ഡലമാണ് തിരുവനന്തപുരം. പഴയ തിരുവനന്തപുരം വെസ്റ്റാണ്. ഇവിടെ ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവാണ് LDFന്റെ. അത് CPM ആ മണ്ഡലം അങ്ങ് ഏറ്റെടുക്കും. പക്ഷേ അവിടെ UDFിൽ നിന്ന് മത്സരിക്കാൻ സാധ്യത പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിലെ ശബരിനാഥ് അതല്ല UDFിലെ ഘടകകക്ഷിയായ CMBക്ക് പോകുമെന്നും പറയുന്നുണ്ട്. CMB ഇത് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. CMBക്ക് കൊടുക്കുകയാണെങ്കിൽ CP ജോൺ ആയിരിക്കും മത്സരിക്കുക. പണ്ട് തിരുവനന്തപുരം വെസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടപ്പോൾ MV രാഘവൻ ജയിച്ച മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ ശക്തനായ ഒരു BJP സ്ഥാനാർത്ഥിയായിരിക്കും വരിക. അതും അല്പം കൂടെ ഒരു ഒത്തൊരുമയോടുകൂടിയും നല്ല സ്ഥാനാർത്ഥിയുമായി കഴിഞ്ഞാൽ BJPക്ക് ഇവിടെ വിജയമുണ്ടാക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അന്ന് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശിവകുമാർ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 മണ്ഡലങ്ങൾ BJPയുടെ കരങ്ങളിലേക്ക് എത്താൻ വലിയ പ്രയാസമില്ല. 1 നേമം, 2 കഴക്കൂട്ടം, 3 വട്ടിയൂർക്കാവ്, 4 തിരുവനന്തപുരം മണ്ഡലം. ഇതിൽ 3 ഉറപ്പായും BJPക്ക് നേടാം. 4ാമത്തെ തിരുവനന്തപുരം മണ്ഡലം ഒരു നല്ല സ്ഥാനാർത്ഥി ഒരല്പ അധ്വാനവും കൂടി കഴിഞ്ഞാൽ BJPയിലേക്ക് എത്തിച്ചേരാവുന്ന മണ്ഡലം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.